ഞാൻ ഈ ഇരിക്കുന്ന ബൈക്ക് ഉണ്ടല്ലോ, ഇത് യമഹായുടെ ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ബൈക്കാണ്. അതായത് നിക്കൻ GT എന്ന് പറയുന്ന മോഡലാണ്. ദുബായിൽ നിന്ന് ബൈ റോഡ് ഓടിച്ച് ഇന്ത്യയിലേക്ക് എത്തിയ, ഇന്ത്യയിലെ കേരളത്തിലെ തൃശ്ശൂരുള്ള വാടാനപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബൈക്ക് കൊണ്ടുവന്നേക്കുന്ന നസീബ് എന്ന് പറഞ്ഞ ആളാണ്. വണ്ടി കാണുമ്പോൾ ആൾക്കാർക്ക് കാണുമ്പോൾ കൗതുകം തോന്നുന്നു. ഇപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് ആദ്യമായിട്ടാണ്, ഇന്ത്യയിൽ ഇങ്ങനെ വണ്ടി ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിന്റെ സ്പെഷ്യാലിറ്റീസ്, ഇതിന്റെ സ്പെക്ക് ഒന്ന് പറയാമോ? ഇതിന്റെ പേര് യമഹ നൈക്കൻ GT, അതായത് 2019 മോഡലാണ് ഈ സാധനം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പവർ 900cc ആണ് വരുന്നത്. 900cc 3 സിലിണ്ടർ. ക്രോസ് വെയിറ്റ് ഏകദേശം ഒരു 500 kg വരുന്നുണ്ട്. 490 സംതിങ് ആണ് ഇതിന്റെ ക്രോസ് വെയിറ്റ് കാണിക്കുന്നത്. പിന്നെ ഇതിന് ഇൻബിൽഡ് ആയിട്ട് 2 പാനിയേഴ്സ് വരുന്നുണ്ട്. ഇത് കമ്പനി പാനിയേഴ്സ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ ടോപ്പ് ബോക്സ്, യാത്രയിൽ കൂടുതലും ഫ്യൂവലൊക്കെ ക്യാരി ചെയ്തതിൻ്റെ അകത്താണ്. ഒരു 5 ലിറ്ററിൻ്റെ 2 ക്യാൻ എൻ്റെ അകത്തുണ്ടായിരുന്നു. പിന്നെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം 2 സർവീസിന് വേണ്ടി ഓയിൽ, കാര്യങ്ങൾ, പ്ലഗ്, അങ്ങനെയുള്ള എയർ ഫിൽറ്റേഴ്സ്, എല്ലാ സാധനങ്ങളും ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 2 മെയിൻ വീല്, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പോർഷൻ. 2 വീല് 4 സസ്പെൻഷൻസ് ഇതിനകത്ത് കയറി വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു മെക്കാനിസമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ ആക്ച്വലി ഈ ബൈക്ക് 2019 മുതൽ ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, 2019 ഇത് ഇന്ത്യയിൽ ഇറങ്ങും എന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ വിചാരിച്ച പോലെ 2 വർഷം നടക്കാനില്ല. അങ്ങനെ ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ദുബായിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു ബൈക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നപ്പോൾ ഒന്നും നോക്കിയില്ല. നമ്മളത് 2022 മുതൽ ഉപയോഗിക്കുന്ന ഒരു ബൈക്കാണ്. എൻ്റെ നോർമൽ റൊട്ടീൻ ലൈഫിൽ എൻ്റെ ഓഫീസും ഹോമും കാര്യങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോക്കും വരവൊക്കെ ഈ വണ്ടിമേ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കി കോൺസെപ്റ്റൊക്കെ MT-09 കോൺസെപ്റ്റാണ്, എഞ്ചിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഈ ഫ്രണ്ടിലെ ഈ ഒരു ടെക്നോളജി നമ്പർ 1 ടെക്നോളജിയാണ്. ഇറ്റ്സ് വണ്ടർഫുൾ, അമേസിങ് കോൺസെപ്റ്റാണ്. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, ഈ 2 വീലുള്ളത് കൊണ്ട് സ്റ്റാൻഡബിളാണോ അതോ സെൽഫ് സ്റ്റാൻഡിങ് നിൽക്കുമോ എന്നുള്ള സംഭവങ്ങളാണ്. പക്ഷേ വിത്തൗട്ട് സ്റ്റാൻഡ് ഇത് നിൽക്കില്ല. ആസ് എ നോർമൽ ബൈക്കാണ് ആക്ച്വലി. എക്സ്ട്രാ 1 വീൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സസ്പെൻഷൻ 2 ഉണ്ട്. ബട്ട് റെസ്റ്റ് ഓഫ് റൈഡിങ് ടൈമിലൊക്കെ സോ നോർമൽ ബൈക്സ് പോലെയാണ്. ടൂറിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റും സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും ഒരു കുറച്ച് ത്രൂ ഔട്ട് ഹൈവേ ഒക്കെ പോകുമ്പോൾ ഭയങ്കര സ്റ്റെബിലിറ്റിയാണ്. നമുക്കൊരു ലൈക്ക് ഒരു കാർ ഓടിച്ചു പോകുന്ന ഒരു ഫീൽ തന്നെ കിട്ടും. കാരണം ക്രൂയിസൊക്കെ ഓണാക്കിയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രസമായിട്ട് ഇങ്ങനെ പോയിക്കോളും. അതാണ് അതിൻ്റെ ഒരു ഫീൽ വേറെ തന്നെയാണത്. എപ്പോഴും ദുബായ് റോഡിലൂടെ ഇങ്ങനെ ഓടിക്കുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കും എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ വണ്ടി എടുത്ത് നമ്മളെ കേരള റോഡിലൂടെ അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യൻ റോഡിലൊക്കെ ഓടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു തിങ്കിലിങ്ങിലേക്ക് വന്നത്. യൂഷ്വലി പലപ്പോഴും പ്ലാൻ ചെയ്യും ബൈ ഷിപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ഇന്ത്യൻ റോഡിൽ ഓടിക്കാം എന്നുള്ളത്. പക്ഷെ അതിലൊരു ഒരു ഫീൽ കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഈ ഒരു പ്ലാൻ ഈ പറഞ്ഞ പോലെ 1-2 വർഷമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. ഇങ്ങനെ ഇപ്പോൾ നാട്ടിലേക്ക് ഓടിച്ചു വരാൻ ഏറ്റവും ഈസി ടു ഇറാൻ വഴിയാണ്. ഇപ്പോൾ ഇറാനിലിപ്പോൾ യുദ്ധം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ റൂട്ട് നമുക്ക് പ്രാക്ടിക്കലല്ല ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈഡായിട്ട് ഞാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ 12 രാജ്യം കടന്ന് ഇങ്ങനെ ഇവിടെ എത്തിയത്. അപ്പോൾ ഈ 12 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം 10-25,000 കിലോമീറ്റർ ആയി കാണുമായിരിക്കും അല്ലേ? തീർച്ചയായും ഓൾമോസ്റ്റ് ഒരു 23,000 കിലോമീറ്റേഴ്സ് ടോട്ടലി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ റൈഡിന് വേണ്ടി മാത്രമായിട്ട്. ഏകദേശം എത്ര രൂപയുടെ പെട്രോൾ അടിച്ചു? സോ ഇതുവരെ നോക്കിയിട്ടില്ല സത്യത്തിൽ. എന്നാലും അപ്രോക്സിമേറ്റ്ലി എനിക്ക് തോന്നുന്നുണ്ട് 2-3 ലക്ഷം രൂപയുടെ അടുത്ത് ആയിട്ടുണ്ടാവും. 2 ലക്ഷത്തിൻ്റെ അടുത്തെങ്കിലും ആയിട്ടുണ്ടാവും. 2-3 എനിക്ക് ഞാൻ നോക്കിയിട്ടില്ല. മേ ബി ആ ലെവലായിട്ടുണ്ടാവും. കാരണം ത്രൂ ഔട്ട് എടുക്കുന്നു പോകുന്നു തന്നെയാണ് കണ്ടിന്യൂസ്ലി. കാരണം മേ ബി ഒരു ആവറേജ് കിലോമീറ്റർ പെർ ഡേ ഞാനൊരു 700-600 കിലോമീറ്റർ പെർ ഡേ യാത്ര ചെയ്യുന്നുണ്ട്. സോ കണ്ടിന്യൂസ് ഇതിൻ്റെ ഒരു ഫുൾ ടൈം കപ്പാസിറ്റി ഒരു 240-30 ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഹാഫ് ടാങ്ക് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ റിഫിൽ ചെയ്ത് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്തിട്ടില്ല. ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം അതിനെക്കുറിച്ചൊന്നും നോക്കിയിട്ടില്ല. അപ്പം 12 ഡിഫറെൻറ്റ് രാജ്യങ്ങളാണ്. അവിടുത്തെ റോഡ് വ്യത്യാസമുണ്ട്, നിയമങ്ങൾ വ്യത്യാസമുണ്ട്, കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പം ഒരു സോളോ റൈഡർ എന്ന രീതിക്ക് വരുമ്പം എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നു? നമ്മളിപ്പോൾ സോളോ റൈഡ് എന്ന നിലക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ഐറ്റിനറി നമുക്ക് പ്രോപ്പറായിട്ട് വേണം. ഏതൊക്കെ രാജ്യത്ത് കൂടി എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഐറ്റിനറി നേരത്തെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റൈഡിൻ്റെ ഒരു വിസ പ്രൊസീജിയർ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. ചില രാജ്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഒരു 2 വീക്സ് കിട്ടുള്ളൂ, ചിലപ്പോൾ ഒരു 5 ഡേയ്സ് കിട്ടുള്ള വിസ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം പീരീഡ് പീരീഡിൽ നമ്മൾ അവിടെ എത്തുന്നു, ആ ടൈം പീരീഡിനുള്ളിൽ ക്രോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തുടക്കം മുതൽ നല്ല രീതിയിലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു 72 അല്ലെങ്കിൽ ഈ 70 ഡേയ്സിൻ്റെ ഉള്ളിൽ ഈ 12 കൺട്രീസ് കവർ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ദുബായ് ഫ്രെയിമിൻ്റെ അണ്ടറിൽ നമ്മളെ ഫ്രണ്ട് സർക്കിൾ എല്ലാവരും കൂട്ടിയുള്ള യാത്ര ഇപ്പോൾ അവിടെ നിന്ന് തുടങ്ങി. അവിടുന്ന് സൗദിയിലേക്ക് കയറി. സൗദിയിൽ നിന്ന് ഏകദേശം ഒരു 2000 കിലോമീറ്ററോളം സൗദി തന്നെ ഉണ്ടായിരുന്നു. അവിടെ നേരെ ജോർദാൻ ഒരു ചെറിയ കൺട്രിയാണ്. അവിടെ ഈ പറഞ്ഞ പോലെ വേറൊരു ആംബിയൻസും വേറൊരു സെറ്റപ്പ് തന്നെയാണ്. അവിടുത്തെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഒക്കെ തന്നെയാണ്. ജോർദാനിലെ ഒരുപാട് പ്ലേസുകളുണ്ട്, ഞാൻ സ്ഥലം പറയുന്നില്ല, ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പിന്നെ അവിടെ നേരെ ഇറാഖിലേക്ക് കയറി. ഇറാഖിൽ നിന്ന് ആക്ച്വലി ചെറിയൊരു ബോർഡർ ഇഷ്യൂസും കാര്യങ്ങളാണ്. ഇറാഖിൽ നിന്ന് വീണ്ടും ജോർദാനിലേക്ക് തന്നെ വരേണ്ട വന്നു, കാരണം അവിടുത്തെ ഒരു ഇൻറ്റേർണൽ ഇഷ്യൂസും കാര്യങ്ങൾ. പിന്നെ വീണ്ടും ജോർദാനിൽ നിന്ന് സിറിയയിലേക്ക് കയറി. സിറിയ ആക്ച്വലി നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ ഒരു ഇറാഖിലെ വിഷയം കാരണം കൊണ്ട് ഞാൻ തിരിച്ച് ജോർദാനിലേക്ക് വന്നിട്ടാണ് പിന്നെ ഞാൻ സിറിയയിലേക്ക് കയറുന്നത്. അവിടുന്ന് പിന്നെ തുർക്കിയിൽ നിന്ന് ഒരു അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ജോർജിയയിലേക്ക് വന്നു. ജോർജിയ ചെറിയൊരു കൺട്രിയാണ്. അവിടെ നേരെ പിന്നെ റഷ്യയിലേക്ക് കയറി. റഷ്യയിലൊന്ന് ചെറിയ രീതിയിലൊന്ന് 2 ടൗൺ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം കസാക്കിസ്ഥാനിൽ വന്നു. അവിടുന്ന് ഓൾമോസ്റ്റ് കസാക്കിസ്ഥാൻ ചൈന ബോർഡറിലേക്ക് അറൗണ്ട് ഒരു 4000 കിലോമീറ്റേഴ്സ് ഉണ്ട്. അത് വൺ ഓഫ് എക്സ്പീരിയൻസ്, നല്ലൊരു ഫീൽ ഗുഡ് പ്ലേസ് ആയിരുന്നു. നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാവുന്ന രീതിയിൽ. അതും തുർക്കിയും അതുപോലെ തന്നെ നല്ലൊരു ടെറൈനാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല മൗണ്ടൻസ് കൂടിയുള്ള യാത്രകളൊക്കെ മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. ഇനിയും പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളൊന്ന് ഈ പറഞ്ഞ പോലെ തുർക്കി, അതുപോലെ തന്നെ റഷ്യ, ചൈനയ്ക്ക്. അവിടുന്ന് ചൈനയിലെത്തി. ചൈനയിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടാസ്ക്കുള്ള റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പ്രൊസീജിയേഴ്സും അവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഗൈഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മസ്റ്റാണ്. കാരണം ബൈ റോഡ് കയറുമ്പോൾ അവിടുത്തെ ടിബറ്റൻ സൈഡും കാര്യങ്ങളും അവിടുത്തെ പ്രൊസീജിയേഴ്സ് കുറച്ച് ടഫാണ്. ഗൈഡ് വേണമെന്നുണ്ട്. ഗൈഡ് ഇല്ലാതെ നമുക്ക് ഓവർലാൻഡിങ് പറ്റില്ല. അതിപ്പോൾ സൈക്കിളായാലും ബൈക്കായാലും കാറായാലും ഗൈഡിൻ്റെ എക്സ്പെൻസസ് വെരി ഹൈ ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ടൂർ ഏജൻസീസ് കോൺടാക്ട് ചെയ്തിട്ട് അവർ അറേഞ്ച് ചെയ്ത് തന്ന ഗൈഡ് വെച്ചിട്ടാണ് നമ്മൾ മൊത്തത്തിൽ ചൈനയുള്ള യാത്ര. ചൈന എക്സ്പീരിയൻസ് കുറച്ചും കൂടി പറയാനുണ്ട്. അത്യാവശ്യം അവിടുത്തെ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ ഗൈഡ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈവൻ ഫ്യൂവൽ അടിക്കണമെന്നുണ്ടെങ്കിൽ ഗൈഡ് വേണം, ഇവന് നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൈഡ് വേണം. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും അവരെ ഒരു ID കാർഡ് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടിക്കലി നടക്കുള്ളൂ. ആക്ച്വലി അവിടുത്തെ ഒരു ഫസ്റ്റ് 3-4 days ചില ഏരിയയിൽ ഫ്യൂൽ സ്റ്റേഷനകത്ത് പെട്രോൾ പമ്പിലേക്ക് കയറാൻ തന്നെ വേണം അവർ ID കാർഡ് വെച്ചിട്ട് ടാപ്പ് ചെയ്തെങ്കിൽ മാത്രമേ, അല്ലാതെ ഫോറിനേഴ്സിന് നോട്ട് അലൗഡ്. പ്രത്യേകിച്ചും ബൈക്സിന് അവർ തീരെ അതിന് അലൗഡ് അല്ല. അപ്പോൾ ഈ ഗൈഡ് വന്ന് ആദ്യം ടാപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ബാരിക്കേഡ് തുറക്കുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനത്തെ എൻ്റർ ചെയ്ത് മെഷീൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ ടാപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂവൽ കിട്ടുള്ളൂ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ചൈനയിൽ നമ്മൾ കുറേ ഭയങ്കര ചില സമയത്ത് നമുക്ക് ഇറിറ്റേഷൻ പോലെ തോന്നി. കണ്ടിന്യൂസ്ലി ഒരു 100 കിലോമീറ്ററത്തേക്കും ചെക്കിങ് കാര്യങ്ങൾ. പക്ഷേ പോലീസുകാരൊക്കെ വെരി ഫ്രണ്ട്ലി ആണ്. പക്ഷേ അവരുടെ റൂൾ അങ്ങനെയാണ്. അവരുടെ പ്രൊസീജിയർ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് വരുന്നു, ഏത് കമ്പനിയുടെ അണ്ടറിലാണ് വരുന്നതൊക്കെ അവരിങ്ങനെ വെരിഫൈ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. അതുപോലെ തന്നെ ചൈനയിൽ കയറുകയാണെങ്കിൽ അഡീഷണൽ നമ്മൾ നമ്പർ പ്ലേറ്റ് വേറെ ഉണ്ട്. അഡീഷണൽ നമുക്കൊരു ടെമ്പററി ലൈസൻസ് നമ്മൾ തരും, ചൈന ലൈസൻസ്. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ യാത്രയുടെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. ചൈനയിൽ നിന്ന് അവിടെ നേരെ നമ്മൾ നേപ്പാളിലോട്ട് വരുന്നു. നേപ്പാൾ നേരെ ബോർഡറിൽ കയറി കാഠ്മണ്ഡുവിൽ വന്നു. കാഠ്മണ്ഡു നേരെ സോണാലി ബോർഡറിൽ എത്തിയതിനു ശേഷം പിന്നെ നേരെ താഴോട്ട് ഇന്ത്യയിലേക്ക് കയറി താഴോട്ടേക്ക് എത്തി. സോ ഇന്ത്യയിലെത്തിയപ്പോഴാണ് നമ്മളെ റോഡിൻ്റെ ആ ഒരു എന്താ പറയുക നോർത്ത് ഇന്ത്യ ആ ഒരു മൂഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്രൗഡ് ഫീലാണ്. ലൈക്ക് നമ്മളെ ആ ഒരു കംഫർട്ടൊക്കെ മാറി പെട്ടെന്ന് അങ്ങോട്ട് ക്രൗഡിലേക്ക് പോകുന്നൊരു ഫീലാണ് ഇന്ത്യയിലേക്ക് കയറിയപ്പോൾ. സോ എൻജോയ് ചെയ്തു പോന്നു താഴോട്ടേക്കുള്ള യാത്ര. അവിടെ പിന്നെ വാരണാസി, നാഗ്പൂർ, പിന്നെ ഹൈദരാബാദ് ടു ബാംഗ്ലൂർ ടു കേരള. അപ്പോൾ ഇപ്പോൾ ഈ 12 രാജ്യങ്ങൾ കയറുമ്പോൾ ഇപ്പോൾ നമ്മൾ കാർനെറ്റ് എടുക്കുമല്ലോ, ഇപ്പോൾ ഒരു വണ്ടി കൊണ്ടുവരുമ്പോൾ. അപ്പോൾ ഈ ബൈ റോഡ് വരുമ്പോൾ കാർനെറ്റ് വേണോ? യാത്രയ്ക്ക് വേണ്ട മെയിൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ യാത്രയ്ക്ക് വേണ്ട ഒരു രാജ്യത്തിന്റെ വിസ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 12 രാജ്യത്തിൻ്റെ അകത്തും ഓൾമോസ്റ്റ് 7 കൺട്രിയുടെ വിസ നമുക്ക് നേരത്തെ പ്രിപ്പയർഡ് ആവണം. പിന്നെ അതിൽ 3-4 രാജ്യം മാത്രമേ ഉള്ളൂ. ഇതിലൊക്കെ കസാക്കിസ്ഥാൻ, ജോർജിയ, നേപ്പാളാണ്. നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് വിസയുടെ ആവശ്യം വരുന്നില്ല. ജോർജിയയിൽ വേണം, പക്ഷേ കസാക്കിസ്ഥാനിൽ വേണ്ട, നേപ്പാളിൽ നമുക്ക് വേണ്ടി വരുന്നില്ല. അതോടൊപ്പം തന്നെ വണ്ടിയുടെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, കാർനെറ്റ്. അതിൻ്റെ വണ്ടിയുടെ ഒരു പാസ്പോർട്ട് തന്നെ പറയാം ആ ഒരു രീതിയിൽ. അപ്പോൾ നമ്മൾ ആദ്യം എത്ര രാജ്യം പോകണമെന്നുള്ളതിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാർനെറ്റിൻ്റെ പേജസ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കാർനെറ്റ് അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ജേണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു റീല് കണ്ടായിരുന്നു, ബാക്കിലെ വീലിൽ എന്തോ കുടുങ്ങിയിട്ട് ചെയ്യുന്നു. അപ്പം അതിന്റെ ബാക്കി നമ്മുടെ മെക്കാനിക്കൽ സൈഡ് ഇപ്പം നമുക്കൊരു ഹെൽപ്പില്ല, ഒരു ഇത്രയും രാജ്യങ്ങൾ ചുറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, നോളജ് എങ്ങനെയായിരുന്നു? സീരിയസ്ലി ഞാൻ ബേസിക്കായിട്ട് ഇപ്പോൾ വണ്ടിയുടെ ഒരു മെക്കാനിക് അത്രയും എക്സ്പെർട്ട് ഒന്നുമല്ല. ഒരു ബേസിക്കായിട്ട് ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഒരു പഞ്ചർ വരാണെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യാം. ചെറിയ രീതിയിലൊക്കെ ചെയിൻ ലൂബ് കാര്യങ്ങൾ, ചെറുതായിട്ടുള്ള മെയിൻ്റനൻസും കാര്യങ്ങളാണ്. അന്നത്തെ എൻ്റെ യാത്രയിൽ ഞാൻ വണ്ടി കുറച്ചുകൊണ്ട് സേഫായിട്ട് പാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് കവർ ചെയ്തിടാനായിട്ടൊരു അഡീഷണൽ കവർ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഹാങ് ചെയ്തത് പറഞ്ഞ പോലെ യാത്രയുടെ ജർക്കിങ്ങിൽ അതിങ്ങനെ പയ്യെ അതിൻ്റെ ഒരു പീസ് നേരെ ചെയിനിലേക്ക് വന്ന് ലോക്കായി അങ്ങനെ അത് കുടുങ്ങി കിടക്കായിരുന്നു. പെട്ടെന്ന് ഞാനതൊരു റോഡ്
മെയിൻ്റനൻസ് നടക്കുന്ന റോട്ടിൽ കൂടെയാണ് അതിലോട്ട് പാസ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ച ടയറിന് പണി കിട്ടി എന്നുള്ളൊരു ടെൻഷനിൽ വണ്ടി നിർത്തലും ചാടി നോക്കലും ഒക്കെ ആയിട്ട് ഒരു വല്ലാത്ത സീനായിരുന്നത്. കാരണം യാത്ര തുടങ്ങി വിത്തിൻ 10 ഡേയ്സിനുള്ളിലാണ് ആ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഞാനെന്ന് ഇറക്കി ഓക്കെ ഫൈൻ, ഇതാണ് കുഴപ്പമില്ല, പയ്യെ നമുക്ക് നമ്മളെ കയ്യിൽ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കാണ് അവിടുത്തെ ലോക്കൽസ് അറബികളൊക്കെ വന്ന് നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. മാറിക്ക് ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് ഫുൾ ഭയങ്കര ഒരു ഇതായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ തന്നെ അടുത്ത ലോക്കൽസ് വന്ന് പോലീസുകാർ വന്ന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഓക്കെ കുഴപ്പമില്ല മാനേജബിൾ ആണ്. അപ്പോൾ അവർ പോയി. അല്ല മൊത്തത്തിൽ ആൾക്കാരൊക്കെ ഭയങ്കര വെൽക്കമിങ് ആണ്. ഓരോ രാജ്യത്തും നമുക്ക് പറയുന്ന നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്ന ഒരു കൺട്രിയിലെ ഇഷ്യൂസ് പോലെയല്ല നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ ആൾക്കാരെ വെൽക്കമിങ്ങും ആ ഒരു ഹോസ്പിറ്റാലിറ്റിയും നമ്മളെങ്ങനെയൊക്കെ കെയർ ചെയ്ത് നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നും. ആ രീതിയിലാണ് നമ്മൾ അവർ വെൽക്കം ചെയ്യുന്നത്. മെയിൻ്റനൻസിൻ്റെ കേസ് നമ്മളിപ്പോൾ ദുബായിൽ നിന്ന് തന്നെ നമ്മൾ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. പിന്നെ അവിടെ നമുക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടിക്കാൻ നമ്മൾ ഏത് ടൗണിൽ ഏത് കൺട്രിയിലെത്തുന്നത്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ സെക്കൻഡ് സർവീസ് വരുന്നത് പിന്നെ തുർക്കിയിലെ സർവീസ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് പിന്നെ അനദർ 5,000 to 6,000 കിലോമീറ്റർ വരുന്ന കസാക്കിസ്ഥാൻ അൽമാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തേർഡ് സർവീസ് കഴിഞ്ഞു. പിന്നെ വരുന്നത് ചൈന കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് കയറി ഉടനടി വാരണാസിയിലാണ് അടുത്ത സർവീസ്. ഇൻ ബിറ്റ്വീൻ നമ്മൾ നോർമൽ മെയിൻ്റനൻസ് നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കും. ഒരു 2,000-1,000 കിലോമീറ്റർ ചെയിൻ ലൂബ് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ആ രീതിയിലാണ് മെയിൻ്റനൻസും കാര്യങ്ങളും. സോഫാർ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ നല്ല രീതിയിൽ അങ്ങനെ കടന്നു പോകുന്നു. ടയറൊന്നും വലിയ പ്രശ്നങ്ങളുണ്ടായില്ല. ടയറൊന്നും മാറിയില്ല. അതൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രഷ് ടയർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകുന്നു അങ്ങനെയായിട്ട്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ചൈനയിലെ ടിബറ്റൻ സൈഡിൽ കുറേ ഒരു 200 കിലോമീറ്റർ ഓഫ് റോഡ്, അത് ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് അത്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ റൂട്ടിൽ പെട്ടെന്നായിരുന്നു ആ ഒരു ഫീൽ. കാരണം ആ ട്രക്കും കാര്യങ്ങളും അത്രയും എന്ന് പറയുക ഒരു 2 feet ആ ലെവലായിരുന്നു മഡും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അത്രയും ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ടയർ ശരിക്കും പറഞ്ഞാൽ മഡിലേക്ക് പറ്റിയ ടയറല്ല. അപ്പോൾ അത് കിട്ടുന്നൊരു സ്കിഡായാലും കുറേ സ്ട്രഗിളിങ്ങും കുറച്ച് പേര് ഹെൽപ്പൊക്കെ കൊണ്ട് തള്ളി അങ്ങനെയാണ്. അത്യാവശ്യം ഒരു ഓൾമോസ്റ്റ് 500 kg വെയിറ്റുള്ള ബൈക്കും കൂടി ആയതുകൊണ്ട് നമ്മൾ അത്ര കോൺഷ്യസോടെ അറ്റൻഷനോടെ വേണം സാധനം മൂവ് ഓൺ ചെയ്യാനായിട്ട്. വൺസ് ചെരിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാനായിട്ട്, നിർത്തി വെക്കാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ടായിരുന്നു യാത്ര പോയതൊക്കെ. മെയിൻ്റനൻസ് സൈഡിൽ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുപോലെ ഇപ്പോൾ സ്റ്റെബിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മളിത് ഇപ്പോൾ 2 വീലുണ്ടല്ലോ, നമ്മൾ കോർണർ ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബാലൻസ് അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു വീല് എങ്ങനെ വർക്ക് ആവുന്നതെന്ന് പറയാമോ? തീർച്ചയായും ഇതിൻ്റെ ഒരു സസ്പെൻഷൻസിൻ്റെ ടെക്നോളജി അത് തന്നെയാണ് മെയിനായിട്ട്. കാരണം കോർണറിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് പാർട്ട്. ഇതിപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കി കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് കോർണർ പിടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ കോർണറിംഗ് നമുക്ക് അത്ര കിട്ടില്ല. ഹെയർപിന്നൊക്കെ എടുക്കുമ്പോൾ ശരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് ആംഗിൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ സാധനം ആ 45 ആംഗിൾ ഇങ്ങനെ കറക്റ്റ് പോയിക്കോളും. പിന്നെ വെറ്റും കാര്യങ്ങൾ നോക്കണം അതിൻ്റെ സെൻസ്. പക്ഷേ കോർണറിങ് ചെയ്യാനും ഭയങ്കര വേറൊരു പൊലി സാധനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എപ്പോഴും ദുബായിലുള്ള സമയത്തൊക്കെ കോർണറിങ് കിട്ടിയാൽ അത് ശരിക്കും ആസ്വദിച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ. പക്ഷെ ഇവിടെ പിന്നെ യാത്രയുടെ ഇടയിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ നിൽക്കാറില്ല. സ്ട്രേറ്റ് പക്ക ഒരു ട്രാവൽ മോഡിൽ തന്നെയാണ് പോയിരുന്നതൊക്കെ. അതുപോലെ ഇത്രയും വലിയൊരു യാത്ര നടത്തി ഇപ്പോൾ ഫാമിലിയുടെ സൈഡിൽ നിന്നുള്ള എങ്ങനെയായിരുന്നു ഫാമിലി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ? ഫാമിലിയിൽ ഇപ്പോൾ ആക്ച്വലി ഫാദർ, മദർ, വൈഫ്, 2 കുട്ടികളാണ് എനിക്കുള്ളത്. അപ്പോൾ അവരെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രം തന്നെയാണ് നമ്മൾ ഈ യാത്ര നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ പറ്റിയത്. അവരൊക്കെ മുമ്പ് നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ യാത്രക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. മുമ്പത്തെ യാത്ര ആക്ച്വലി INB റൈഡ് ആയിരുന്നു, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. അത് 2019 ഇതുപോലെ തന്നെ നമ്മളെ യമഹ FZ V3 എന്നൊരു വേരിയൻ്റ് ഒരു വീട്ടാവശ്യത്തിന് എടുത്തതാണ്. പക്ഷേ ആ യാത്ര ആ വണ്ടിയുമായിട്ടുള്ള യാത്ര വളരെയധികം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെയുള്ള യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സംഭവം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നും മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല. കാരണം ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മളെ ഹെൽത്ത് ഓക്കെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ വണ്ടി ഓക്കെ ആയിരിക്കണം, ഫിനാൻഷ്യലി ഓക്കെ ആയിരിക്കണം, പിന്നെ നമുക്ക് വരുന്ന ടൈം, നമ്മൾ കമ്പനിയിൽ നിന്ന് ലീവ്, പിന്നെ ഈ ഡോക്യുമെൻറ്റേഷൻസ്, ഇത്രയും രാജ്യങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാം കൂടിയിട്ട് ഒരു കോംബോ വെർഷൻ എല്ലാം കൂടി സെറ്റാക്കിയിട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ വിടുന്ന ഒരു മൂഡിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. എന്നാലേ ഈ യാത്ര നമുക്ക് പോകാൻ പറ്റുള്ളൂ. മറ്റുള്ള യാത്ര ഇന്ത്യയുടെ ഉള്ളിൽ മാത്രം നോക്കിയാൽ മതി. ഇത്രയും രാജ്യമാകുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു മൊത്തം രാജ്യങ്ങളിലെ വിസ എല്ലാം റെഡി ആയിട്ട് അവസാനം സൗദിയുടെ വിസ കിട്ടാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു. കാരണം ഞാൻ പോകുന്ന സമയം UAE മറ്റേ ഹജ്ജിൻ്റെ സീസൺ ആയതുകൊണ്ട് അവിടുത്തെ റൂൾ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയമാകുമ്പോൾ വിസിറ്റേഴ്സിന് മറ്റുള്ള എല്ലാവരും ഒഴിവാക്കുന്നൊരു സമയമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ടൈം പീരീഡിൻ്റെ ഉള്ളിൽ സാധനം അങ്ങനെ എന്തോ ദൈവം സഹായിച്ചത് അങ്ങനെ ക്ലിക്കായി കിട്ടി. അങ്ങനെ വിത്തിൻ 3 daysനുള്ളിൽ ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആക്ച്വലി യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെതായ രീതിയിലൊരു സിമ്പിൾ യാത്രയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ട്സ്, ബ്രദേഴ്സ് എല്ലാവരും കൂടി അതൊരു വലിയൊരു യാത്രയായി തന്നെ ദുബായ് ഫ്രെയിമിൻ്റെ അടുത്ത് തുടങ്ങി. തിരിച്ച് ഇവിടെ വന്നപ്പോഴും അതിലും ഗംഭീരമായിട്ടുള്ള വരവേൽപ്പായിരുന്നു, സ്വീകരണമായിരുന്നു. നമ്മളെ വാടാനപ്പള്ളി
പഞ്ചായത്തിൻ്റെ വകയും ഇവിടുത്തെ ഭാരവാഹികൾ എല്ലാവരും ഫ്രണ്ട്സർക്കും നമ്മുടെ മുഹമ്മദൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലബ്ബുണ്ട്, ആ ക്ലബിൻ്റെ വകയും ഒരു ഉത്സവം പോലെയായിരുന്നു എന്നെ ഇവിടെ എത്തിച്ചത്. കേരളത്തിൽ ഇങ്ങനത്തെ ഒരു വാഹനം പുതിയതായിരിക്കുമല്ലോ. അപ്പം റോട്ടിൽ കൂടെ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ, കാഴ്ചക്കാർ കാണുന്നു, എല്ലാവരും നോക്കുന്നു, അതെന്താണ്? സീരിയസ്ലി അത് ഭയങ്കര ഒരു ഞാനിപ്പോൾ ഒരു 4 years ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടും ദുബായിൽ തന്നെ നമ്മളെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇതെന്ത് ഈ സംഭവം, ഇങ്ങനെ ഒരു വണ്ടി കണ്ടിട്ടില്ലല്ലോ. കാരണം അതൊരു കാണുമ്പോൾ തന്നെ ഒരു മാസ് ലുക്കായതുകൊണ്ട് പിന്നെ അതന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി. അപ്പോഴും ഞാൻ അവിടെ ചിന്തിക്കും നാട്ടിലുള്ള ആളുകളുടെ ഒരു റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ളത് ഭയങ്കര ഇതായിരുന്നു. പക്ഷേ ഒന്നും പറയാനില്ല, എല്ലാവർക്കും ഭയങ്കര ഒരു എന്താ പറയുക, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാണുമ്പോൾ എല്ലാവരും ഒന്ന് ബാക്കിലേക്ക് പോകും ആദ്യം. ഓക്കെ ശരി ഇതിങ്ങനെയാണല്ലോ എന്നാൽ പിന്നെയാണ്. പക്ഷെ ഭയങ്കര റെസ്പോൺസാണ്, എല്ലാവരും വന്ന് ഭയങ്കര കാര്യമായിട്ടുള്ള സ്വീകരണം, ഫോട്ടോസ് എടുക്കലും ഒക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ് ഇത് കാണുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലും ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഇതൊക്കെ അവർ എൻജോയ് ചെയ്യുന്നത്.